സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഏറ്റവും ഗ്ലാമറസായ മത്സര ഇനം ഏതെന്ന് ചോദിച്ചാൽ അത് ഒപ്പന തന്നെയാണ്. ഒപ്പന മണവാട്ടിമാരും തോഴിമാരും ഒക്കെ ഇവിടെ അവസാനഘട്ട റിഹേഴ്സലിലും പരിശീലനത്തിലും ഒക്കെയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഒപ്പന മത്സരം നടക്കുന്ന പെരിയാർ എന്ന് പറയുന്ന വേദി 2-ലാണ്. തിരുവനന്തപുരം വിമൻസ് കോളേജിന്റെ ചരിത്രമുറങ്ങുന്ന വിമൻസ് കോളേജിന്റെ മണ്ണിലാണ് ഈ മണവാട്ടിമാരും അവരുടെ തോഴിമാരും ഒക്കെ അവരുടെ അവസാനഘട്ട പരിശീലനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. 3 മണിക്കാണ് ഈ മത്സരം ആരംഭിക്കേണ്ടിയിരുന്നത്. പക്ഷേ കുറച്ച് വൈകി മത്സരം അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ്. കുറച്ച് സമയം അവരുടെ ഒപ്പനയുടെ ശീലുകളും പാട്ടുകളും ഒക്കെ കേട്ടതിന് ശേഷം അവരുടെ വിശേഷങ്ങളിൽ നമുക്ക് പരിശീലനമൊക്കെ പൂർത്തിയാക്കി അവര് വേദിയിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ മണവാട്ടിയും അവരുടെ സംഘവും ഒക്കെയാണ് ഉള്ളത്. എൻ്റെ പ്രിയ സുഹൃത്ത് ഹാരിസ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. വർഷങ്ങളായി ഇവരെ ഒപ്പന പരിശീലിപ്പിക്കുന്ന ഈ സ്കൂളിലൊക്കെ പരിശീലിപ്പിക്കുന്ന അധ്യാപകനും കുട്ടികളുമാണ് ഇവിടെ എത്തിയത്. രാവിലെ എത്തി ഇവരിവിടെ പരിശീലനം പൂർത്തിയാക്കി മേക്കപ്പ് ഒക്കെ ഇട്ട് വേദിയിലേക്ക് കയറാൻ പോവുകയാണ്. മണവാട്ടിയോട് തന്നെ ആദ്യ വിശേഷം ചോദിച്ചിട്ട് പോകാം. എങ്ങനെയുണ്ട്? അവസാന നിമിഷമാണ്. നന്നായിരിക്കുന്നു. ടെൻഷനുണ്ടോ? ഇല്ല, കുറേ സ്റ്റേജൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം വാങ്ങിച്ചിട്ടേ പോകത്തുള്ളൂ. പിന്നെ നമ്മുടെ സ്ഥലത്ത് നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്നതായതുകൊണ്ട് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം. സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന ഒരു കലോത്സവമാണ്. കപ്പടിക്കാണ്ട് പോകാൻ കഴിയില്ലെന്നാണ് അവർ പറയുന്നത്. പരിശീലനോട് ചോദിക്കുക. ഹാരിസ്, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു പരിശീലനം അവസാനമായിട്ട്? ടെൻഷനുണ്ടോ? ടെൻഷനായിട്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ജില്ല ഫസ്റ്റ് കിട്ടി വന്നതുകൊണ്ടുള്ള ഒരു 100 ഉള്ള ടെൻഷൻ നമുക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഒരു 40% ടെൻഷനേ ഉള്ളൂ. കാരണം കുട്ടികൾക്ക് ഇനി ഒരു എ ഗ്രേഡ് കിട്ടുക എന്നുള്ള ഒരു ടെൻഷൻ മാത്രമാണ് ഉള്ളത്. കാരണം എ ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു മാർക്കായി കഴിഞ്ഞു. പിന്നെ കുട്ടികളും വാശിയിലാണ് എന്ന് വെച്ചാൽ എല്ലാ സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളത് തന്നെ. ഇപ്പോൾ എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടും. അപ്പോൾ എ ഗ്രേഡ് കിട്ടുമ്പോഴും കുട്ടികൾക്ക് സന്തോഷം വരും. അതോടൊപ്പം തന്നെ എന്താ പറയുക, ഒരു മുന്നിലേക്ക് എത്തണം എന്നുള്ളൊരു ഇതുകൂടി വരുമല്ലോ. വേദിയിലേക്ക് എത്തുമ്പോൾ ചില കഥകൾ കുറച്ച് മുമ്പ് ഞങ്ങളോട് പറഞ്ഞു. ആ കഥയും കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. കഥയെന്ന് പറയുമ്പോൾ നമ്മുടെ ഒപ്പനയുടെ തുടക്കം എന്ന് പറയുന്നത് മലബാർ ഏരിയയിൽ നിന്നാണ്. മലബാറിൽ പണ്ട് മുസ്ലിം വീടുകളിൽ കളിക്കുന്ന ഒരു കലാരൂപമായിരുന്നു ഒപ്പന. ഇത് വീടുകളിൽ ഉള്ളിൽ കളിക്കുന്നൊരു കലാരൂപമായിരുന്നു. അത് 1992 പൊതുവേദിയിലോട്ട് വന്നത്. വീടിൻ്റെ ഉള്ളിൽ കളിക്കുന്നതും പൊതുവെ കളിക്കുന്ന തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. പിന്നെ ഇതിപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും ഒപ്പനയുടെ രീതി മാറി വരെയാണ്. പിന്നെ അതുപോലെ ഒപ്പനയുടെ മെയിൻ പ്രധാനമായ എന്താ പറയുക പാട്ടാണ്. ഒപ്പനയുടെ പാട്ട് ഇപ്പോൾ നമ്മുടെ ഒപ്പന ചായൽ, മുറുക്കം, ഇടച്ചായൽ, ഇടമുറുക്കം, മംഗലം പാടി അവസാനിക്കുന്ന രീതിയാണ് ഒപ്പന. പ്രധാനമായിട്ടും സന്തോഷം.